ഇസാഖേ വരും, നിങ്ങൾ ഇവിടെ നിൽക്കാം, ഞാനും ഇസാഖും അവിടത്തോളം തന്നെ യാഗം കഴിച്ചിട്ടുണ്ട്. അപ്പ എന്താ തീയും വെള്ളമാണ് ഹോമയാനുള്ള ആട്ടുകുട്ടി. യഹോവ യാഗപീഠത്തിനുള്ള വസ്തു നീ തന്നെ. ഇത് പഴയകാലത്ത് അബ്രഹാമിന്റെ ജീവിതമാണ് ഇപ്പോൾ കണ്ടത്. എന്നാൽ ഇപ്പോഴത്തെ മോഡേൺ അബ്രഹാമിന്റെ ലൈഫ് സ്റ്റൈൽ നമുക്കിപ്പോൾ അവരിൽ കൂടെ തന്നെ കാണാം. ഇങ്ങോട്ടുള്ള വരവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് തരാനൊന്നും കാണത്തില്ല. ദശാംശമൊക്കെ വെറുതെ ആവും. ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും തരത്തില്ല കേട്ടോ. എന്നോട് വിരോധമൊന്നും തോന്നരുത്. എനിക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു വിളിയുണ്ടായി. ദൈവമാണോ എന്തോ? ദൈവം വിളിച്ചെന്നോ? അതും സ്വർഗത്തിൽ നിന്ന്. മനുഷ്യനെ അതുപോലെ അശരീരിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണെടുത്ത് നോക്ക്, അന്നാക്കുന്നതായിരിക്കും. അല്ലടി, എന്റെ ഫോണൊക്കെ ഞാൻ നോക്കിയത് അതിലൊന്നുമല്ല. ഓ, ഇതിനാണ് അവിടെ കിടന്ന് കാണുന്നത്. എനിക്ക് ലേഡീസ് മീറ്റിംഗ് പോകാൻ സമയമായി. മേക്കപ്പ് ചെയ്യേണ്ടതാ. സ്വന്തം വീട്ടിൽ അമ്മയെ സഹായിക്കുന്നവള അയലത്തെ വീട്ടിൽ പാത്രം കഴിക്കാൻ. അതെ മനുഷ്യനെ, നിങ്ങൾക്കോ അയലത്തുകാരോ ഒരു സഹകരണമില്ല. ഞാനെങ്കിലും പോയി ഒന്ന് സഹകരിച്ചോട്ടെ. സ്വന്തം വീട്ടിൽ കുടുംബപ്രാർത്ഥന ഇരിക്കാത്തവള വല്ലവരുടെ വീട്ടിൽ ലേഡീസ് മീറ്റിംഗിന് പോകുന്നു. പിന്നെ ഈ വീട്ടിൽ ഞാൻ വന്നു കേട്ടോട് നന്മകളെ ഉള്ളു. അല്ലെങ്കിൽ ഒന്ന് നോക്ക്. എനിക്ക് വയ്യ നിങ്ങളോട് സംസാരിച്ചിട്ടിരിക്കാൻ. ഞാൻ പോവാ. എന്റെ കർത്താവേ, ഇതൊരു കൊലച്ചതിയായില്ല. ആ ഇസ്മായിലിനെ വല്ലതും ചോദിച്ചിരുന്നെങ്കിൽ അവനൊരു മലമണ്ടനായിരുന്നു. ഇതിപ്പോ ഇസ്ഹാക്കിനെ എങ്ങനെ തരാനാണ്? കൂട്ടത്തിൽ ഇച്ചിരി വിവരമുള്ള അവൻ മാത്രമേ ഉള്ളൂ. ഇതൊരു മെഗാ ഓഫർ ആയില്ലോ തീർന്നു. ദൈവമേ, ഇനി കൊടുക്കാതെ ദൈവകോപം ഉണ്ടായാലും എന്റെ കമ്പനി, വില്ല, എന്റെ BMW കാറ്, അവന്റെ ഫെറാറി കാറ്, ഓ ഇതൊക്കെ ഉള്ളത് കൊണ്ട് സഭയിലുള്ള എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഇതില്ലാത്തതിന്റെ അവസ്ഥ അയ്യോ.
എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഇതിലും ഭേദം അവനെ കൊടുക്കുന്നതാണ്. പറഞ്ഞ പോലെ ഇസാഖല്ലേ രാവിലെ പോലെ അവനെ കാണാനില്ലല്ലോ. എടി സാധാരണ എന്താ അച്ചായ? എന്തോ വേണം? എടി നമ്മുടെ അച്ഛനെ ഇസാഖ് എത്തി. ഓ അവനോ? അവനിപ്പോ ചർച്ചിന്റെ ക്രിക്കറ്റ് ടീമിന്റെ പുറകെ നടക്കുവാ. ഒരു കപ്പും ബാറ്റുമായിട്ടാ. നീ അവനെ ഒന്ന് വിളിക്ക്. എന്നിട്ട് അവനോട് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാണ്. അയ്യോ എനിക്ക് വയ്യ. എന്നിട്ട് വേണം അവന്റെ വായിൽ നിന്ന് സുവിശേഷം ഒന്നും ഞാൻ കേൾക്കാൻ. അച്ഛനെ വിളിച്ചാൽ മതി. ദൈവമേ രക്ഷിക്കണേ. ഇവിടെ ഒരു ജീവമരണം പോരാട്ടം നടക്കണം. എന്താ മമ്മിയുടെ കയ്യിൽ നിന്ന് വെള്ളം വീഴിച്ചോ? അതിന് ഡെയിലി കിട്ടി. അതിപ്പോ ഒരു വിഷയമാണ്. എന്തോ പ്രശ്നമല്ലോ? നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരുന്നവരാണ്. എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് KFC വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. അത് പപ്പയെ കഴിച്ചാൽ പപ്പയെ കൈ ക്ഷീണിച്ച് മമ്മി നിരക്കാൻ ഇവിടെ മാക്കറോണി, പിസ്സ, പാസ്ത ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് മമ്മിനോട് തന്നെ കഴിച്ചോളാൻ പറയാം. മോനെ നീ ഇവിടെ വരെ എന്താ വരണമെങ്കിൽ ഞാനിപ്പോ നിനക്ക് വേണ്ടി എന്തോ ചെയ്യണം. ശരി, ഒരു എൻസൈറ്റിനെ മേടിച്ചത് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് ഇപ്പൊ വേണം. ഞാനവിടെ വരുമ്പോൾ എനിക്ക് കിട്ടണം. വേണ്ട പെട്ടെന്ന് പപ്പ. നീ വന്നു. ഞാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചോ? ഓ എൻസൈറ്റ് അധികം വാങ്ങിച്ചു വെച്ചേക്കാം. അപ്പ ഞാൻ പോയി. എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ട് പറഞ്ഞില്ല. മൗണ്ടൻ വരെ പോകണം. മൗണ്ടനാ? ഞാനില്ല. എനിക്ക് ഇതൊക്കെ പറയാൻ വയ്യ. ഞാനില്ല. പെട്ടെന്ന് വീട്ടിൽ വരും. ഞാനില്ല. ഞാൻ ജപ്പനില്ല. ഞാനില്ലാന്നല്ലേ പറയാ. നീ വരണം. നമ്മൾ വളരെ ചിരിച്ചു സന്തോഷിച്ചു. പക്ഷേ വളരെ ചിന്തിക്കേണ്ടതായ ഒരു സംഭവമാണ് നമ്മൾ കണ്ടതും കേട്ടതും. അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്നതായ ഇസഹാക്കും അബ്രഹാമും തമ്മിൽ ഇപ്രകാരമായിരുന്നു. ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം യാഗപീഠം പണിത് മകനെ കിടത്തിയതായ സമയത്തും ആ മിന്നുന്ന വാളിന്റെ ആ മൂർച്ച മോൻ കണ്ടിട്ടും അപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു പുത്രനെ ഇസഹാക്കിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ച് വിശ്വാസികളുടെ പിതാവായിട്ട് ബഹുമതി നൽകി ഇന്നും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അബ്രഹാമിനെ കുറിച്ചും തന്റെ തലമുറകളെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അനേക ഭക്തന്മാരുടെ അനുഭവങ്ങൾ സത്യമാണ്. അപ്പൻ